പഴയങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ ഏറ്റുമുട്ടൽ കേരളം മറന്നു കാണില്ല. ഇത് തീർന്നില്ലേ? ചെടിച്ചട്ടിയൊക്കെ എടുത്തായിരുന്നു കയ്യാങ്കളി. പഴയങ്ങാടി SIയുടെയും CIയുടെയും ഒക്കെ മൂക്കിന് താഴെയാണ് പ്രതിഷേധ സംഭവം ഉണ്ടായത്. അതിൽ ഡിവൈഎഫ്ഐക്കും CPMനും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പാർട്ടി ഘടകങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള പോലീസിനെ വിശ്വാസമില്ലേ? കേരളത്തിലെ പോലീസ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണല്ലോ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മാമ്പഴം മോഷ്ടിച്ച പോലീസുകാരന് സസ്പെൻഷൻ. 600 രൂപ വില വരുന്ന 10 കിലോ മാമ്പഴമാണ് മോഷ്ടിച്ചത്. പ്രത്യേകിച്ച് കേന്ദ്രം തന്നെ നിരവധി തവണ ഡൽഹിക്ക് വിളിച്ചു വരുത്തി അവാർഡ് കൊടുക്കുന്ന സാഹചര്യം കഴിഞ്ഞ 7.5 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് ഏറ്റവും മികച്ച പോലീസ് സംവിധാനമായി ഈ രാജ്യത്ത് മുന്നോട്ട് പോവുകയാണ്. കേസുകളിൽ പെടുന്ന പോലീസുകാരെ മാതൃകാപരമായി ശിക്ഷിക്കാറുണ്ട്. അടുത്ത കാലത്ത് ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിമൂവ് ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത്തരത്തിൽ പോലീസ് നയം കൃത്യമായി തന്നെയാണ് ഗവൺമെന്റ് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നത്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാരെ മാതൃകാപരമായിട്ട് തന്നെ നടപടി സ്വീകരിക്കാറുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോട്ടെ. കഴിഞ്ഞ 15-ാം തീയതി അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട 2 പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽ ഉൾപ്പെടുന്നവരാണ് സന്ദീപും അനിൽകുമാറും. അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? കേസെടുത്തത് കോടതി പറഞ്ഞിട്ടാണ്. ഒന്ന് മൊഴിയെടുക്കാൻ പോലും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് തിരുത്തുണ്ടോ? പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തു. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. ആ നിയമപരമായി ചെയ്യേണ്ട പ്രക്രിയ ആ പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ പുറത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉള്ള തുടർ നടപടികൾ അതിന്റേതായിട്ടുള്ള രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തുടർ നടപടിയും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അങ്ങേക്ക് കിട്ടിയ വിവരം എന്താണ്? സോറി യുവർ ഓണർ. അങ്ങേക്ക് കിട്ടിയ വിവരം എന്താണ്? ഇടപെടൽ അതാ ഞാൻ സൂചിപ്പിച്ചത്. അന്വേഷണ പ്രക്രിയയിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നയം നടപ്പാക്കുന്ന സാഹചര്യമില്ല. പോലീസിന്റെ ഇടപെടൽ ആ രൂപത്തിൽ തന്നെ പോകും. അതിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്ന സാഹചര്യം. അതെ, പോലീസ് അന്വേഷണവും ഇതൊക്കെ പോകുന്നത് കുറച്ചു മുമ്പ് അങ്ങ് പറഞ്ഞത് നമ്മുടെ സർക്കാരിന്റെ ഒരു നയം അനുസരിച്ചാണെന്നാണ്. ഇപ്പോൾ പറയുന്നത് അങ്ങനെ സർക്കാർ ഇടപെടുന്നില്ല എന്നുമാണ്. ശ്രീ ജിൻഡോ ജോൺ, മാധു, LDFന്റെ പ്രതിനിധി CPMന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. മികച്ച പോലീസാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഈ മികച്ച പോലീസിനെ കുറിച്ചിട്ടാണ് ഇവരുടെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനും പാർട്ടിയുടെ മാഡ ഏരിയ സെക്രട്ടറി വിനോദും EP ജയരാജൻ എന്ന് പറഞ്ഞ LDFന്റെ കൺവീനറും SFIയുടെ നേതാക്കന്മാരും ഒക്കെ ഇതുപോലെ ആക്ഷേപം ചൊരിയുന്നത്. പറഞ്ഞിട്ടില്ല കുറിച്ച് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് സേനയെ കുറിച്ച് നിങ്ങളുടെ പാർട്ടിക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ട് വേണം താങ്കൾ ഈ അഭിപ്രായം പറയാൻ. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ മികച്ച പോലീസ് നടത്തിയ സേവനങ്ങൾ നമ്മൾ കാണണ്ടേക്കും. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. കുറഞ്ഞ കാലങ്ങളായിട്ട് പിന്നെ നിങ്ങൾ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം ലോ ആൻഡ് ഓർഡർ പോലീസ് കൃത്യമായിട്ട് നിർവഹിക്കുന്നതുകൊണ്ടാണല്ലോ നവകേരള സദസ്സിന്റെ ക്രമസമാധാന പാലനവും ചുമതലയും ഒക്കെ DYFIക്കാർക്കും SFIക്കാർക്കും CPMകാർക്കും ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. ചാലക്കുടിയിൽ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ഒരു ഹസൻ മുബാറക്ക് ചാലക്കുടിയിലെ SIയെ പട്ടിയെ പോലെ തെരുവിലിട്ട് തല്ലുമെന്ന് പറഞ്ഞത് ഈ പോലീസിനുള്ള ഒരു അംഗീകാരമായിരുന്നോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇനി ഗവർണർക്ക് എതിരെ സമരം ചെയ്ത SFI നേതാക്കന്മാരെ പിന്മാറ്റാൻ ചെന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരോട് ഗവർണറുടെ കക്കൂസ് കഴുകാൻ പറഞ്ഞ ആർഷോ പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥരും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഈ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. അവരുടെ ആ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള എൻഡോഴ്സ്മെന്റ് ആണോ ആർഷോ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇനി തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കണ്ണൂരും ഒക്കെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ MLAമാർ സഖാക്കന്മാരൊക്കെ പറയുന്നത് പോലീസ് മോശപ്പെട്ടവരെന്നാ. എന്താ ഉറക്കം വരുന്നു? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നോക്കി നിന്ന പോലീസ് അതേ പോലീസിന്റെ നിലവാരത്തിലായിരുന്നു കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യാത്ര ചെയ്തപ്പോൾ DYFIക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് നോക്കി നിന്ന പോലീസ്.
എന്തോന്നാടോ ഇത്? ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത പ്രവർത്തകരെ ചെന്ന് ആക്രമിക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ സംരക്ഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കൽ വെച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടിച്ചെന്ന് ആക്രമിച്ചിട്ട് പോലും ഡിവൈഎഫ്ഐക്കാരോട് പ്രത്യേക കരുതൽ കാണിക്കുന്ന ഈ പോലീസ് ജനമൈത്രി പോലീസ് എന്നല്ല പറയേണ്ടത്, പാർട്ടി മൈത്രി പോലീസ് എന്ന നിലപാടാ ഇപ്പോൾ എം വിജിനുമായി ബന്ധപ്പെട്ട ആക്ഷേപം നമ്മളിപ്പോൾ കണ്ടു. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനെ കേന്ദ്രം പലതവണ ആവർത്തിച്ച് അനുമോദിച്ചിട്ടുണ്ട്, പല അവാർഡുകളും കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമില്ല, നല്ലത് ചെയ്യുകയാണെങ്കിൽ അംഗീകരിക്കും എന്നാണ്. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ്.